സർവകാലം വരെ നമ്മുടെ ഈ മാസപ്പിറവിയുടെ വിഷയവും ഹിജറയുടെ വിഷയമൊക്കെ കറണ്ട് സിസ്റ്റമാറ്റിക് ആവണം പറയുന്ന ഒരു കാലം വരെയും അങ്ങയുടെ ഈ വാദഗതികളും ഈ ചർച്ചയും പഠനമൊക്കെ ഉണ്ടാകുന്ന നമുക്ക് സംഘടനകൾ തമ്മിലുള്ള കിടമത്സരങ്ങളായിരുന്നു ഈ വിഷയത്തിലുണ്ടായിരുന്നത്. ഈ അടുത്ത അറഫ സൗമ അറഫ എന്നാണ് ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാൻ അറഫ ദിനത്തിന് തോന്നുന്നത്. അതുപോലെ നമ്മുടെ സമുദായത്തിന്റെ ഐക്യരൂപത്തിലുണ്ടാവാതെ അമേരിക്കയിലെ സൗമ്യയോമ അറഫയാണെങ്കിൽ അമേരിക്കക്കാർ എന്ത് ചെയ്യും എന്ന ബേജാറില് നമ്മുടെ മതപണ്ഡിതന്മാർ ഒരു സമൂഹത്തെ കൊണ്ട് യോമനഹത്ത് നോമ്പെടുപ്പിച്ചു. അപ്പൊ ഈ വിഷയം പഠിപ്പിക്കാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതുപോലെ മാസപ്പിറവിയുടെ വിഷയം ജസ്റ്റ് ഒന്ന് കാണുകയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു വൈലായിത്തുൽ ഹിലാല ഫസും വൈലായിത്തുൽ ഹിലാല ഫഅഫ്തിർ. ഈ ഹദീസിന്റെ ആധികാരികളെ ഞങ്ങൾ ചോദ്യം ചെയ്തതുപോലെ എനിക്ക് തോന്നി. അപ്പൊ കാണണം എന്ന് പറയുന്നത് ഇപ്പൊ കാണണം എന്നുള്ളത് ഒരു വലിയൊരു വാദഗതി തന്നെയാണ്. പക്ഷെ ഈ കണ്ടിട്ടും മാസപ്പിറവിയുടെ ഈ വിഷയം ഏകീകരിക്കാൻ സാധിക്കുന്നില്ല. കാണാത്തതിന്റെ പ്രശ്നമൊന്നും അത് അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്താണ് ബോധ്യമായിട്ടുള്ളത് എന്ന് പറയാം. ഈ ഇതാറായിട്ടും എന്നായതുണ്ടല്ലോ അത് നമ്മള് ശരിക്കും അതിനെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതാ കുന്തും സ്ഥലാത്തി ഭക്തിലും ഉച്ചുവാക്കും എന്ന് പറയുന്നത് ഖുർആനിൽ. നമ്മൾ നിന്നതിന് ശേഷമാണോ ഈ കാര്യം ചെയ്യുന്നത്? അതിന് മുമ്പ് വരുന്നണം. അതേപോലെ ഇതാറായിട്ടും ഇല്ലാതെ വരുന്നവരെ നിങ്ങൾ ഇല്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ അവസ്ഥ നമ്മൾ ആ സന്ദർഭം നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴാണ് പറഞ്ഞത് ഹിജ്റ 2ാമത്തെ വർഷമാണ് കുതിബ അലൈക്കും സിയാം ഇറങ്ങുന്നത്. ഈ കുതിബ അലൈക്കും സിയാമിന്റെ ശേഷം തന്നെ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ റമളാനും ശഅബാനും മറ്റു മാസങ്ങളും ഒക്കെ ഉപയോഗിച്ച കൂട്ടർക്കാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അവര് ശഅബാനും റമളാനും കണക്കാക്കിയത് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അന്ന് അവർക്കുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ലൂണാർ കലണ്ടർ ആയിരുന്നു. അവരുടെ ആർട്ടിഫിഷ്യൽ ലൂണാർ കലണ്ടർ നിലാവ് കണ്ടതിന് ശേഷം തുടങ്ങുന്ന മാസമായിരുന്നു. പിന്നെ എന്താ, എല്ലാ മാസങ്ങളും ഒരുപോലെയായിരുന്നു. എല്ലാ മുഹറമും 30 ദിവസങ്ങളുള്ളതായിരുന്നു. എല്ലാ സഫറും 29-ന്റേതായിരുന്നു. അതേപോലെ എല്ലാ റമളാനും 30-ന്റേതായിരുന്നു. എല്ലാ ശഅബാനും 29-ന്റേതായിരുന്നു. അവിടെ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാ ശഅബാനും നിങ്ങൾ കണക്കാക്കുന്ന മാതിരി 29 അല്ല, ചില ശഅബാൻ 30 വരും ചന്ദ്രന്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ എല്ലാ റമളാനും 30 അല്ല, ചില റമളാൻ 29 ഉണ്ടാകും. ആക്കഥ വഹാക്കഥ എന്ന് പറഞ്ഞ് മാറി മാറി വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് അത് പറയാനുള്ള കാരണം. അപ്പൊ അത് നോക്കാതെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഹിലാൽ കാണാതെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അതാ പ്രശ്നം. ആ മാസം എങ്ങനെയാണ് നോക്കേണ്ടത് അതൊരു വിഷയം തന്നെയാണ്. ചന്ദ്രന് കലകളുണ്ട്. അത് മാറുന്നത് എങ്ങനെ, അത് സയൻസാണ്. അത് മാറുന്നത് എങ്ങനെ? സൂര്യനും ചന്ദ്രനും ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിന്റെ ഇലോമേഷൻ 0 ആകും. അത് മാസത്തിന്റെ അവസാനത്തെ ദിവസമാകും. അങ്ങനെ അത് ദൂരെ അകന്നു പോയി 90 ഡിഗ്രി ആകുമ്പോൾ എന്തായി? ഒരാഴ്ച കഴിഞ്ഞു. അത് 7ാമത്തെ ദിവസമാണ്. 90 ഡിഗ്രിയിൽ ചന്ദ്രൻ നിൽക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കലണ്ടറിലെ ഡേറ്റ് 7 ആവണം. 7 ആകട്ടെ. ഇവിടെ 5 or 6 മാത്രമേ ആവുന്നുള്ളൂ. ചിലർക്ക് 5 ആണ്. ഇത് ശരിയാണ്. യാതൊരു ബന്ധവുമില്ല. ഖുർആൻ പറഞ്ഞത് എന്താണ്? അവരാണ് തിയറികൾ. അതായത് ചന്ദ്രകലയും നമ്മുടെ തീയതിയും തമ്മിൽ ബന്ധമുണ്ടാകണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം ഖുർആൻ വളരെ കഠിനമായ ഒരു സബ്ജക്റ്റാണ്. അതിലെ എല്ലാ വിഷയങ്ങളും അടങ്ങിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വിഷയങ്ങളും അറിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പഴയ പണ്ഡിതന്മാർ ഇത് തർജ്ജമ ചെയ്യരുതെന്ന് നിർത്തിവെച്ചിരുന്നത്. കാരണം നമ്മൾ അറിവില്ലാതെ തർജ്ജമ ചെയ്താൽ പല മാതിരിയായി പോകും എന്ന് കരുതിയിട്ടായിരുന്നു അവരതിനെ തർജ്ജമ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വിഷയം അസ്ട്രോണോമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ചന്ദ്രന്റെ ചലനങ്ങളും അതിന്റെ വ്യവസ്ഥകളും ഇതെല്ലാം നമ്മൾ
മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയും പഠിക്കുകയും ഇത് വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവും.